ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട സുർക്കയാണ്. ഇത് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ട സുർക്കയാണ്. മുട്ട ചേർക്കാതെ നമുക്ക് മുട്ട സുർക്ക ഉണ്ടാക്കാം. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ്. കാരണം അത്രയും ടേസ്റ്റിയും അത്രയും സോഫ്റ്റുമാണിത്. മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുന്ന നല്ല പഞ്ഞി പോലത്തെ മുട്ട സുർക്കയാണിത്. ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ മുട്ട സുർക്ക ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട സുർക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. ഈ മുട്ട സുർക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചോറൊക്കെ വെക്കാനും എടുക്കുന്ന സാധാ പൊന്നി അരിയാണ്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം. വെള്ളം നല്ല ചൂടുണ്ടായാൽ മാത്രം മതി. നല്ലോണം തിളച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുമ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അടിയിൽ ചെറിയ ബബിൾസ് ഒക്കെ വരില്ല. ആ ഒരു സ്റ്റേജിലുള്ള വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇത് അടച്ചു വെച്ച് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കുക. ഞാനിതിപ്പോൾ ഇവിടെ ഓവർനൈറ്റാണ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പം ഈ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം ഈ അരി നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ കളയാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1 മുട്ടയാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ എടുത്തു വെച്ചിട്ടുള്ള അരിയിൽ നിന്നും നേർപ്പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 1 കപ്പ് അരിയോളം ഉണ്ടാവും. ഇതിലേക്ക് 1 മുട്ട പൊടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് കട്ടിക്ക് തന്നെ ഇത് അരച്ചെടുക്കാം. ഒട്ടും തരികളില്ലാതെ നല്ല പേസ്റ്റായിട്ട് നല്ല കട്ടിക്ക് വേണം ഇത് അടിച്ചെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരി അരച്ചെടുക്കാൻ. ഇനി ബാക്കിയുള്ള അരി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ അരി മുഴുവനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ അരി നല്ല തിക്കായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മളിത് അരി അരച്ചെടുക്കും തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ച് അരി അരച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബാറ്റർ അങ്ങ് ലൂസായി പോകും. ഇനി എങ്ങാനും നമ്മുടെ ബാറ്റർ ഓവറായിട്ട് അങ്ങ് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാറ്റർ ആദ്യം തന്നെ നല്ല തിക്കായിട്ട് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ നന്നായിട്ട് ലൂസാക്കി എടുക്കാം. ഇനി അധികം അങ്ങ് ലൂസായി പോകാനും പാടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കി നോക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. ഇഡ്ഡലി മാവിനേക്കാളും ഒരു പൊടിക്ക് ലൂസായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. ഈ മാവ് കുറച്ചങ്ങ് തിക്കായി പോയാലും ഇനി കുറച്ചങ്ങ് ലൂസായി പോയാലും ഈ ഒരു മുട്ട സുർക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം നല്ല പാകത്തിന് തിക്നെസ്സിൽ വേണം ഈ ഒരു മുട്ട സുർക്കയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തിക്നെസ്സിലാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ പൊട്ടി ഒലിച്ച് കണ്ട ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അങ്ങ് ലൂസാക്കി എടുക്കാനും പാടില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ലൂസായി പോയാൽ കുറച്ചങ്ങ് ലൂസായി ഏറിപ്പോയാണെങ്കിൽ അപ്പോഴും നമ്മുടെ ഈ ഒരു മുട്ട സുർക്ക റെഡിയായി കിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു തിക്നെസ്സിൽ മാവ് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം മാവ് ഒരു പ്രാവശ്യം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് റെഡിയാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം
ബാക്കിയുള്ള മുട്ട സുർക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു മുട്ട സുർക്ക ഇവിടെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് മറുവശം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മുട്ട സുർക്ക എണ്ണയിൽ ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പൊങ്ങി വരും. അപ്പൊ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. ഒരു 10-20 സെക്കൻഡ് ഒന്ന് ഒരു ഭാഗം വെച്ചിട്ട് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു മുട്ട സുർക്ക പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ട് തന്നെ ഇത് കുറെ അധികം സമയം എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാനും പാടില്ല. കാരണം ഇത് കുറച്ചധികം സമയം എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഹാർഡായി പോവും. ഇപ്പൊ ഈ ഒരു മുട്ട സുർക്ക ഇവിടെ 2 ഭാഗവും നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി രണ്ടാമത്തെ മുട്ട സുർക്ക എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ബാറ്റർ ഞാനൊന്ന് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഈ മാവ് നമുക്കൊന്ന് എണ്ണയിലേക്ക് ഒഴിച്ചു നോക്കാം. കുറച്ച് സമയമാകുമ്പോഴേക്കും നമ്മുടെ മുട്ട സുർക്ക ഇവിടെ പൊങ്ങി വരുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ മുട്ട സുർക്ക കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ കണ്ടോ, നമ്മുടെ നേരത്തെ ഒഴിച്ച മുട്ട സുർക്കയും ഈ ഒരു മുട്ട സുർക്കയും തമ്മിൽ കുറച്ചൊരു വ്യത്യാസം ഇല്ലേ? ഈ ഒരു മുട്ട സുർക്ക നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അതേപോലെ തന്നെ നമ്മൾ ഫ്ലെയിമിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കാനുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുട്ട സുർക്ക എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മുട്ട സുർക്കയുടെ ബാറ്റർ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുട്ട സുർക്ക ഉടനെ തന്നെ പൊങ്ങി വരികയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ മുട്ട സുർക്കയുടെ മേൽഭാഗം നേരത്തെ തിക്നെസ്സിൽ ഒഴിച്ചു കൊടുത്തില്ലേ, അതേപോലെ തന്നെ പൊട്ടി ഒലിച്ച് ആകെ നാശമായിട്ടുണ്ടാവും. മുട്ട സുർക്കയുടെ ഉൾഭാഗമൊന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടേയില്ല. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ മുട്ട സുർക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള മുട്ട സുർക്കയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇതിപ്പോൾ മുഴുവൻ മുട്ട സുർക്കയും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. 15 മുട്ട സുർക്കയോളം നമുക്ക് ഈ 2 കപ്പ് അരി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പൊ കണ്ട, ഉള്ളിലൊക്കെ നല്ല ആരൊക്കെ എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ മുട്ട സുർക്ക ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവര് ഒരു പ്രാവശ്യം ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. ഇനി ആദ്യം നമ്മൾ കുറച്ചൊരു തിക്നെസ് കൂടിയിട്ടുള്ള ബാറ്റർ ഉപയോഗിച്ചിട്ട് ഒരു മുട്ട സുർക്ക ഉണ്ടാക്കിയിട്ടില്ല, ആ ഒരു മുട്ട സുർക്കയാണിത്. ഇതിന്റെ മുകളിലൊക്കെ കണ്ടോ പൊട്ടി ഒലിച്ച് വേറൊരു ഷേപ്പിലല്ലേ ഉള്ളത്. അപ്പൊ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നവര് എണ്ണയുടെ ചൂടും ബാറ്ററിന്റെ തിക്നെസ്സും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇൻഷാല്ലാ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.